മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈ 9 നക്ഷത്രക്കാരിൽ ഭൂരിപക്ഷം ആളുകളുടെയും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വരികയും എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കുവാനായി നിരന്തരം പോരാടുന്നവരുമാണ് നിങ്ങൾ. ഇതിൽ തന്നെ പല വ്യക്തികൾക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തിരിക്കുന്നു. മാത്രമല്ല ഇനി മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ധാരണയുമില്ലതാനും. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 20-ാം തീയതി നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച ഈ 9 നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ 20-ാം തീയതി വൃദ്ധിയോഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ വൃദ്ധിയോഗം എന്ന് പറയുന്നത് തന്നെ വികാസത്തെയും പുരോഗതിയെയും നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന രാജയോഗമാണ്. മാത്രമല്ല ജ്യോതിഷത്തിൽ ഈ വൃദ്ധിയോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച വൃദ്ധിയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാർക്കും ഈ വൃദ്ധിയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പരിശ്രമങ്ങളുടെ ഒന്നും ഫലം കാണുവാൻ കഴിയാത്ത അതികാഠിന്യമേറിയ സാഹചര്യങ്ങളിലൂടെയാണ് പല ചിങ്ങം രാശിക്കാരും ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഒരു മനുഷ്യന് ജീവിതത്തിൽ മുന്നേറ്റം ലഭിക്കാതെ വരുന്നത് ഒരു പ്രയത്നവും ചെയ്യാഞ്ഞിട്ടാണെങ്കിൽ അത് ശ്രമിക്കാത്തത് കൊണ്ടാണ് എന്ന് സമാധാനിക്കാം. എന്നാൽ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വേദനാജനകം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ അധ്യായം കാണുന്ന ഭൂരിഭാഗം ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെയും അവസ്ഥ അത്തരത്തിലുള്ളതാണ്. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കുവാനായി അത്രയേറെ പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി പരാജയങ്ങളും ദുരിതങ്ങളുമാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് ഒരു ശുഭകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗമാണ് ഈ വൃദ്ധിയോഗത്താൽ കൈവരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ വളരെയധികം സമാധാനക്കേടുകളും കലഹങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളും അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. മാത്രമല്ല പലപ്പോഴും എന്തൊക്കെയോ ഭയം കൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചിരുന്ന ചില തീരുമാനങ്ങൾ ദൃഢനിശ്ചയത്തോടെയും ധൈര്യത്തോടെയും എടുക്കുവാനുള്ള ഭാഗ്യവും പല ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു ദിവസം ഉണ്ടാകും. മാത്രമല്ല
ഇത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ വഴിത്തിരിവായിരിക്കും നൽകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യായം കാണുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തുടർ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും നിങ്ങൾ ഇപ്പോൾ നേരിടുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി കൂടുതലായി പഠിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അതിന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ആ കാര്യം വീണ്ടും പഠിക്കുവാനുള്ള യോഗം ഉടനടി ഉണ്ടാകും. മാത്രമല്ല അത്തരത്തിൽ ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അത് വളരെ ഗുണകരമായി വരികയും ചെയ്യും. മാത്രമല്ല പുതിയ ഒരു ജോലിക്ക് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തി അതിൻ്റെ ഫലം വരുവാനായി മാത്രം കാത്തിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരും ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ വലിയ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുവാൻ പോകുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതും സ്വന്തമാക്കണമെന്ന് അത്രമേൽ കൊതിക്കുന്നതുമായ ആ ജോലി നേടിയെടുക്കുവാനുള്ള യോഗവും ഈ രാജയോഗത്താൽ നിങ്ങൾക്ക് കൈവരും. ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാകുന്ന തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുമായിരിക്കും സൃഷ്ടിക്കുവാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും ഈ വൃതിയോഗം സിദ്ധിക്കുന്നതിലൂടെ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ധനനഷ്ടവും മാനസിക പിരിമുറക്കവും അനുഭവിച്ചു കൊണ്ടിരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യം വീണ്ടെടുക്കുവാനും കഴിയും. അതായത് പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിനെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാനുള്ള വഴികൾ ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളിലേക്ക് ഒരുക്കി തരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ വൃതിയോഗത്താൽ നിങ്ങൾക്കുണ്ടാകുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 20 ശനിയാഴ്ച വൃതിയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രക്കാരെ പറ്റിയും പറയുവാനാണെങ്കിൽ നിങ്ങൾ മനസ്സിലൊതുക്കി കഴിയുന്ന അത്രയധികം സങ്കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തരണം ചെയ്യുവാനായി പെടാപ്പാടുപെടുന്ന നിരവധി സാഹചര്യങ്ങളുമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായുള്ള പ്രതിസന്ധികളും കടബാധ്യതകളും കഷ്ടപ്പാടുകളും കൊണ്ട് പൊറുതിമുട്ടി ജീവിതം തന്നെ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിൽ വന്നു നിൽക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഈശ്വരൻ തന്ന ജീവിതത്തെ നിങ്ങളായി ഇല്ലാതാക്കുവാൻ പാടില്ല. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനുള്ള ആദ്യ പടി എന്നോണം ഉള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയാണോ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാരം കാണുവാനുള്ള വഴി ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരും. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മീനം രാശിയിൽ പിറന്ന വ്യക്തികൾ പലപ്പോഴും നിങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ കൂടുതലായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു വരികയാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ കുലുക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടും നിങ്ങളുടെ മനസ്സ് അത്രയേറെ വേദനിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുവാൻ പാടില്ല. മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകുന്നവരായിരിക്കണം. ജീവിതത്തിൽ എത്രയൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും
സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങളുടെ മനസ്സിനെ പരമാവധി പോസിറ്റീവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ വൃദ്ധിയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് മീനം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാർക്കും നിങ്ങൾ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് പല മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒരു സ്വയം തൊഴിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ചില മീനം രാശിക്കാർക്ക് ഈ ഒരു ദിവസം ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലുമെല്ലാം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുവാനും ഒപ്പം തന്നെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്നത് കാണുവാനുമുള്ള യോഗവും ഇതോടെ കൈവരും. അപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിലെ നിങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനും ഒപ്പം തന്നെ ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യതടസ്സം നീങ്ങി വളരെ പോസിറ്റീവായ രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച വൃദ്ധിയോഗം കൈവരുന്നതോടെ ജീവിതത്തിൽ അത്രയധികം ആഗ്രഹിച്ചിരുന്ന പല മാറ്റങ്ങളും അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും തന്നെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. മാത്രമല്ല, എപ്പോഴും ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് ബാക്കിയുള്ളത്. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളെക്കാളും സമ്പന്നതയെക്കാളും എല്ലാം ഉപരിയായി കുറഞ്ഞ പക്ഷം മനസമാധാനവും സന്തോഷവുമെങ്കിലും അനുഭവിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് പല വ്യക്തികളുടെയും ആഗ്രഹം തന്നെ. എന്നാൽ പലപ്പോഴും ആഗ്രഹിക്കുന്നതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പല വൃശ്ചികം രാശിക്കാർക്കും ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള പല ദുരിത സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാനുള്ള യോഗമായിട്ടാണ് ഈ വൃദ്ധിയോഗത്തെ കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിന് പല മേഖലകളിലും പുരോഗതി ഉണ്ടാവുകയും നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യുവാൻ പോകുന്ന സമയമായിരിക്കും ഇത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച പല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധനവരവുകൾ ഉണ്ടാവും. അതിലെല്ലാം ഉപരിയായി നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനും ആ ഒരു കാര്യത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇതിൽ പ്രത്യേകിച്ച് സ്വന്തം വസ്തു വിൽക്കുവാനായി നാളുകളായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു പോംവഴിയും കാണുവാൻ കഴിയാത്ത ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വസ്തു വിൽപ്പന നടത്തുവാനുള്ള യോഗവും ഈ വൃദ്ധിയോഗത്തിലൂടെ കൈവരും. മാത്രമല്ല, ഈ സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച വിദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങി ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ
വിദേശയാത്രാ യോഗവും പലരിലേക്കും വന്നു ചേരും. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെട്ടെങ്കിലും അവിടെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാൻ കഴിയാതെ വളരെയധികം പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്ന സമയമാണ് ഇത്. ഈ വൃദ്ധിയോഗം നിങ്ങളിലേക്ക് വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ആ ഒരു ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തന്നെ ഏറ്റവും വഴിത്തിരിവാകുന്ന ഒരു സമയമായിരിക്കും. ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും മാനസിക സ്ഥിതിയിലാണെങ്കിലും ഈ ഒരു യോഗം കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, വൃശ്ചികം രാശിയിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികളുള്ള കുടുംബമാണ് നിങ്ങളുടേതെങ്കിലും പല വിധത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച വൃദ്ധിയോഗം കൈവരുന്നതോടെ ജീവിതത്തിൽ ഒന്നിലധികം ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.